വിശദമായ റിപ്പോർട്ടുകളിലേക്ക് നമ്മൾ കടക്കുകയാണ്. 2 ഗ്രാമങ്ങളെ തുടച്ചു നീക്കിയ മുണ്ടക്കൈ ഉരുൾപൊട്ടലിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. കനത്ത മഴയിൽ വെള്ളം കുതിച്ചു വരുന്നതാണ് ദൃശ്യങ്ങളിൽ ഉള്ളത്. ചൂരൽമലയിലെ കടകൾ വൃത്തിയാക്കുന്ന ജോലി ഇന്നും തുടരുകയാണ്. ഇനിയും 119 വരെ കണ്ടെത്താനുണ്ട് എന്നാണ് സർക്കാരിന്റെ കണക്ക്. മുണ്ടക്കൈയെയും ചൂരൽമലയെയും തൂത്തെറിഞ്ഞ ഉരുൾപൊട്ടലിന്റെ ആ രാത്രിയിലെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. അന്നത്തെ തോരാ മഴയടക്കം വ്യക്തം. ഇവിടുത്തെ മാഷുമാരാണ് ഇവിടുത്തെ ഒരു വെള്ളാർമല എന്നുള്ള ആ ഒരു ലേബൽ നിലനിർത്തുന്നത്. അതായത് അവർ എന്താ പറയുക, മക്കൾ എന്നല്ല, അവരെ ചേർത്ത് പിടിക്കുക, രക്ഷിതാക്കളെയും കാട്ടി സ്നേഹത്തിൽ. എൻ്റെ 7 പേര് നഷ്ടപ്പെട്ടിരുന്നു. മറ്റുള്ളവരെ പുനരധിവസിപ്പിക്കണം, അവർക്ക് നഷ്ടപ്പെട്ടു പോയതെല്ലാം തിരിച്ചു കിട്ടണം, അവരുടെ ജീവൻ തിരിച്ചു കിട്ടണം. അപ്പോൾ മുമ്പത്തെ ഓർമ്മകളും ഇപ്പോഴത്തെ ഓർമ്മകളുമായി തലം ചെയ്യുമ്പോൾ സന്തോഷത്തിൽ നിന്ന് ദുഃഖത്തിലേക്ക് മാറിയ വല്ലാത്തൊരവസ്ഥയാണ് നാട്ടുകാരും ഞങ്ങളും. ചൂരൽമലയിലെ വ്യാപാരികൾ കടകൾ തുറന്ന് വൃത്തിയാക്കുന്നത് ഇന്നും തുടർന്നു. ഒന്നുമില്ല, ആരുമില്ല. അപ്പോൾ ഒന്നും കാണാനുള്ളൊരു നമുക്കിപ്പോൾ ഓരോ ദിവസം കഴിയുന്തോറും മനസ്സാകതായിപ്പോൾ. താമസം ഞങ്ങൾ ഇവിടെ തന്നെ, ഞങ്ങൾ പോയിട്ടില്ല, എവിടേക്കും പോയിട്ടില്ല. ഞങ്ങൾ ചുരൽമലയിൽ തന്നെ നിൽക്കുന്നു. അന്ന് മുതൽ നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മളിവിടെ എല്ലാം ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഉരുൾ പൊട്ടുന്നില്ലതിൻ്റെ എത്ര പൊട്ടിക്കഴിഞ്ഞാലും നമുക്ക് വരുന്നതിനൊരു പരിധി ഉണ്ട്. ഇതിന് മുമ്പ് ഉരുൾ പൊട്ടി, അതിനെ തൊട്ട് താഴെ ഉരുൾ പൊട്ടി, അതിൻ്റെ സൈഡിൽ കൂടെ എത്രയോ താഴെ കൂടെയാണ് പോയത്. ഇതൊക്കെ പള്ളിക്ക് എത്രയോ മേലെ കിടക്കുന്നത്. DNA ഫലങ്ങൾ പുറത്തു വന്നതോടെ 128 പേരെ കാണാതായെന്ന പട്ടിക സർക്കാർ പുതുക്കി. നിലവിൽ 119 പേരെയാണ് ഇനിയും കണ്ടുകിട്ടാനുള്ളത്. ദുരിതബാധിതർക്കായി മൊറട്ടോറിയം പ്രഖ്യാപിക്കണമെന്ന ആവശ്യം ഉൾപ്പെടെ ചർച്ച ചെയ്യാൻ നാളെ സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതി യോഗം നടക്കും. വെള്ളാർമലയിലും മുണ്ടക്കൈ സ്കൂളിലും പഠിച്ചിരുന്ന ദുരന്തബാധിതരായ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ വകുപ്പ് പഠന സൗകര്യം ഒരുക്കിക്കഴിഞ്ഞു. ക്യാമ്പുകളിൽ കഴിയുന്നവരെ എത്രയും വേഗം വാടക വീടുകളിലേക്ക് മാറ്റിപ്പാർപ്പിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. ടീം 24 വയനാട്. ദുരന്തഭൂമിയിലുള്ളവർ പതിയെ ജീവിതം തിരികെ പിടിക്കാൻ ശ്രമിക്കുകയാണ്. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കേന്ദ്ര സർക്കാർ ഇടക്കാല ആശ്വാസം നൽകാത്തതിൽ കേരളത്തിന് അതൃപ്തി. ആശ്വാസം ഇനിയും വൈകരുതെന്ന് മന്ത്രി AK ശശീന്ദ്രനും V ശിവൻകുട്ടിയും 24നോട് പറഞ്ഞു. കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കാനുള്ള നിവേദനം 2 ദിവസത്തിനുള്ളിൽ നൽകുമെന്ന് റവന്യൂ മന്ത്രി K രാജൻ പ്രതികരിച്ചു. വയനാട് ദുരന്തത്തിലെ കേന്ദ്ര സഹായവുമായി ബന്ധപ്പെട്ട് 24നോടുള്ള പ്രതികരണത്തിലാണ് മന്ത്രിമാർ ഇടക്കാല ആശ്വാസം വൈകുന്നതിലുള്ള അതൃപ്തി അറിയിച്ചത്. പ്രധാനമന്ത്രിയുടെ സന്ദർശനം വലിയ ആത്മവിശ്വാസം നൽകിയിരുന്നു. ആ പ്രതീക്ഷകൾ അർത്ഥവത്താകണമെങ്കിൽ ഇടക്കാല ആശ്വാസമെങ്കിലും പ്രഖ്യാപിക്കാമായിരുന്നുവെന്ന് മന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞു. ഇത്ര വലിയ ദുരന്തമുണ്ടായിട്ടും ഇതുവരെയും കേന്ദ്ര സഹായം പ്രഖ്യാപിച്ചിട്ടില്ലെന്നാണ് മന്ത്രി V ശിവൻകുട്ടി ചൂണ്ടിക്കാട്ടിയത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആ കാര്യങ്ങളൊക്കെ തന്നെ പ്രധാനമന്ത്രിയെ നേരിട്ട് തന്നെ ധരിപ്പിച്ചിട്ടുണ്ട്. അവർ മനുഷ്യത്വപരമായി തന്നെ ഈ കാര്യങ്ങൾ കാണും എന്നുള്ള നിലയിൽ തന്നെയാണ് ഇപ്പോഴും ഗവൺമെന്റ് വിശ്വസിക്കുന്നത്. ഈ ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസം ഒരു ഇടക്കാല ആശ്വാസമെങ്കിലും പ്രഖ്യാപിക്കാമായിരുന്നില്ലേ എന്ന സംശയം ആളുകളുടെ ഇടയിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കേണ്ട നിവേദനം തയ്യാറെന്ന് മന്ത്രി K രാജൻ 24 മോർണിംഗ് ഷോയിൽ പറഞ്ഞു. 2 ദിവസത്തിനുള്ളിൽ നിവേദനം സമർപ്പിക്കുമെന്നും ദുരന്തത്തെ L3 വിഭാഗത്തിൽപ്പെടുത്തണമെന്ന് ആവശ്യപ്പെടുമെന്നും മന്ത്രി അറിയിച്ചു. L3യിൽ പെടുത്തി ഡിസാസ്റ്റർ ഇൻ സീവിയർ നേച്ചർ എന്ന വിഭാഗത്തിലേക്ക് ഈ ദുരന്തത്തെ പെടുത്താൻ പറ്റണം. ഇവിടെയുള്ള കർഷകരുടെ കടങ്ങൾ മരവിപ്പിക്കാനും പുതിയ കടങ്ങൾ എഴുതി തള്ളാനുമുള്ള സാമ്പത്തിക സൗകര്യം വേണം. ദുരിതബാധിതരുടെ പുനരധിവാസം യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തിയാക്കുമെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. ആക്ഷേപങ്ങൾക്കിപ്പോൾ മറുപടിയില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് 24. പുനരധിവാസമടക്കമുള്ള കാര്യങ്ങളിൽ സർക്കാരിന്റെ നടപടികൾ വേഗത്തിലാക്കാനുള്ള ശ്രമങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. ഉരുൾപൊട്ടലിൽ ഇരകളായവരുടെ പുനരധിവാസത്തിനുള്ള ടൗൺഷിപ്പ് നിർമ്മാണ നടപടികളിലേക്ക് കടന്നിരിക്കുന്നു സർക്കാർ. ടൗൺഷിപ്പിനുള്ള ഭൂമി കണ്ടെത്താൻ ജോയിന്റ് ലാൻഡ് റവന്യൂ കമ്മീഷണർ A ഗീതയെ ചുമതലപ്പെടുത്തി. മേപ്പാടി പഞ്ചായത്തിൽ ഉപയോഗിക്കാതെ കിടക്കുന്ന ഭൂമിയുടെ കണക്ക് നൽകാൻ വകുപ്പുകളോട് ലാൻഡ് റവന്യൂ കമ്മീഷണറേറ്റ് നിർദ്ദേശിച്ചു.
മേപ്പാടി പഞ്ചായത്തിൽ ടൗൺഷിപ്പ് നിർമ്മാണത്തിനുള്ള നടപടികളിലേക്ക് സർക്കാർ കടന്നു. ഇതിനായി സ്ഥലം കണ്ടെത്താനുള്ള പ്രാരംഭ നടപടികളാണ് ആരംഭിച്ചത്. സ്ഥലം കണ്ടെത്താനായി ജോയിന്റ് ലാൻഡ് റവന്യൂ കമ്മീഷണറും ലാൻഡ് ബോർഡ് സെക്രട്ടറിയുമായ എ ഗീതയെ ചുമതലപ്പെടുത്തി. വയനാട് മുൻ കളക്ടർ കൂടിയായ എ ഗീതയ്ക്കാണ് വയനാട്ടിലേക്കുള്ള സഹായം ഏകോപിപ്പിക്കുന്നതിനുള്ള ഹെൽപ്പ് ഡെസ്കിന്റെയും ചുമതല. ക്യാമ്പിൽ കഴിയുന്നവരെ വാടക വീടുകളിലേക്ക് മാറ്റിയാലുടൻ ടൗൺഷിപ്പിനുള്ള നടപടികൾ തുടങ്ങും. മേപ്പാടിയിൽ സർക്കാർ വകുപ്പുകളുടെ കൈവശമുള്ള ഭൂമിയുടെ കണക്ക് ശേഖരിക്കാനും നടപടി തുടങ്ങി. ഇതിൽ ഉപയോഗത്തിലുള്ളതും ബാക്കിയുള്ളതുമായ ഭൂമിയുടെ കണക്ക് നൽകാനാണ് ലാൻഡ് റവന്യൂ കമ്മീഷണറേറ്റിന്റെ നിർദ്ദേശം. ടൗൺഷിപ്പിന് ഉതകുന്ന ഭൂമി ലഭിച്ചില്ലെങ്കിൽ വനംവകുപ്പിന്റെ കൈവശമുള്ള ഭൂമി പരിഗണിക്കാനും നിർദ്ദേശമുണ്ട്. ടൗൺഷിപ്പിനായി എത്ര ഭൂമി വേണമെന്ന പരിശോധന റവന്യൂ വകുപ്പ് ആരംഭിച്ചു. ഭൂമി കണ്ടെത്തിയ ശേഷം സംസ്ഥാന ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റികളുമായും ഭൗമശാസ്ത്ര പഠന കേന്ദ്രവുമായും ചർച്ച നടത്തും. മുതിർന്ന ശാസ്ത്രജ്ഞൻ ജോൺ മത്തായിയുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘം ദുരന്ത നിവാരണ അതോറിറ്റിക്ക് നൽകുന്ന റിപ്പോർട്ട് കൂടി പരിഗണിച്ച ശേഷമാകും ടൗൺഷിപ്പിനുള്ള ഭൂമി സംബന്ധിച്ച അന്തിമ തീരുമാനമെടുക്കുക. 24 തിരുവനന്തപുരം. ജസ്ന തിരോധാനത്തിൽ നിർണായക വെളിപ്പെടുത്തൽ. ജസ്നയോട് രൂപസാദൃശ്യമുള്ള ആളെ ലോഡ്ജിൽ വെച്ച് കണ്ടു എന്നാണ് മുണ്ടക്കയം സ്വദേശിനിയുടെ വെളിപ്പെടുത്തൽ. യുവാവിനൊപ്പമാണ് പെൺകുട്ടി ഉണ്ടായിരുന്നതെന്നും കാണാതാകുന്നതിന് 2 ദിവസം മുമ്പാണ് കണ്ടതെന്നും മുണ്ടക്കയം സ്വദേശിനി വെളിപ്പെടുത്തി. എന്നല്ല എന്നോട് പറഞ്ഞിട്ട് എന്നെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി തന്നെയാണ് ഞാൻ ആരോടും പറയുന്നത്. ഇനിയിപ്പം ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥന്മാർ വന്നപ്പോൾ എന്നോട് ചോദിച്ചു, അവരോട് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അവർ വരികയും ബിജു എന്നാണ് ഓണറിൻ്റെ പേര്. ബിജുവിനെ ലോഡ്ജിൽ പത്തനംതിട്ട കൊണ്ടുപോയി DSP ഓഫീസിൽ. അത് പത്രത്തിൽ പടം കണ്ടിയ കാണാതായപ്പോഴത്തേക്ക് ഫോട്ടോ കണ്ടു പത്രത്തിൽ. അന്നേരം ഞാൻ ബിജുവോട് പോയിട്ട് ചോദിച്ചു, ബിജു അന്ന് വന്നാൽ കൊച്ചല്ലേ എന്ന് ചോദിച്ചിട്ട് എന്നെ പറഞ്ഞു നമുക്ക് വേറെ പണിയൊന്നുമില്ല, ആവശ്യമില്ലാത്തൊന്നും പറഞ്ഞുണ്ടാക്കരുത്. എന്നാൽ മുണ്ടക്കയം സ്വദേശിനിയുടെ വെളിപ്പെടുത്തൽ ശരിയല്ലെന്ന് ലോഡ്ജ് ഉടമ പ്രതികരിച്ചു. തന്നോടുള്ള വൈരാഗ്യം മൂലമാണ് ഈ ആരോപണമെന്നും ലോഡ്ജ് ഉടമ പറയുന്നു. അത് എന്നോടുള്ള വ്യക്തിപരമായ വൈരാഗ്യം തീർക്കാൻ വേണ്ടി ഇത് കഴിവാക്കി തീർക്കുന്നതാണ്. ഇതിന് പിന്നെ കുറേ പേരുണ്ട്. ജാതിപ്പേര് വിളിച്ച് നമ്മൾ കേസ് കൊടുത്തിരുന്നു. ആ കേസ് ജാമ്യം കിട്ടി. ജാമ്യം കിട്ടുന്ന 2 ദിവസം മുമ്പ് 5 ലക്ഷം രൂപയും അല്ലെങ്കിൽ 1 ഏക്കർ സ്ഥലം വീട് കൊടുത്തില്ലെങ്കിൽ നിങ്ങളുടെ ലോഡ്ജ് കൂട്ടുമെന്ന് പറഞ്ഞ ഭീഷണിയുണ്ട്. അതിൻ്റെ റിപ്പോർട്ടെല്ലാം നമ്മുടെ കയ്യിലുണ്ട്. മുണ്ടക്കയം സ്വദേശിനിയുടെ വെളിപ്പെടുത്തൽ കേസ് വഴിതെറ്റിക്കാനാണെന്ന് ജസ്നയുടെ പിതാവ് ജെയിംസ് 24നോട് പ്രതികരിച്ചു. CBI അന്വേഷണം ശരിയായ ദിശയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. മുണ്ടക്കയം സ്വദേശിനി പറഞ്ഞത് തള്ളിക്കളയുന്നുവെന്നും ജസ്നയുടെ പിതാവ് പറഞ്ഞു. ആ സ്ത്രീ പറഞ്ഞത് CCTVയിൽ അവസാനമായി കണ്ടതെന്ന് പറഞ്ഞു. ആ കൊച്ച് എൻ്റെ മോളല്ല, ജസ്ന അല്ല എന്ന് ഞാൻ അന്ന് തന്നെ പോയത് ആ കൊച്ചിൻ്റെ വീട്ടിൽ പോയി കണ്ടുപിടിച്ചതാണ്. ജസ്ന ഇവിടെ നിന്ന് പോയി 1.5-2 മണിക്കൂർ കഴിയുമ്പോൾ വലിയ ബാഗുമായിട്ട് വരുന്നൊരു കൊച്ച്. ആ കൊച്ചിനെ ഞങ്ങൾ അവരുടെ വീട്ടിൽ പോയി കണ്ടിട്ടുള്ളത് അതല്ല. അപ്പോൾ ഈ സ്ത്രീ പറഞ്ഞതിനകത്ത് വാസ്തവമൊന്നുമില്ല. CBI കൃത്യമായിട്ട് ഇപ്പോൾ അന്വേഷിക്കുന്നുണ്ട്. അവർ ഈ മേഖലയിൽ തന്നെയുണ്ട്. പക്ഷേ പുറത്ത് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ അന്വേഷണത്തിൻ്റെ കാര്യമാണ്. നമ്മളൊരു വഴി അന്വേഷിച്ച് പോകുമ്പോഴത്തേനും വേറെ വഴിയിലേക്ക് ഇവർ കൊണ്ടുവരും. ടോബി ജോൺസൺ ചേരുന്നുണ്ട് വിവരങ്ങളുമായി കോട്ടയത്ത് നിന്ന്. ടോബി, ഇതിൻ്റെ അന്വേഷണം ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്, കോടതി വ്യവഹാരങ്ങൾ മറ്റൊരു ഭാഗത്ത് നടക്കുന്നുണ്ട്. അതിനിടയിൽ ഈ ജസ്നയെ കണ്ടു, അല്ലെങ്കിൽ ജസ്നയുടെ രൂപസാദൃശ്യമുള്ള ഒരാളെ കണ്ടു എന്ന് പറയുന്ന ആ വെളിപ്പെടുത്തൽ പക്ഷേ അത് പിതാവൊക്കെ തള്ളുന്നുണ്ട്, ലോഡ്ജ് ഉടമ തള്ളുന്നുണ്ട്. എന്താണ് ഇതിൽ സംഭവിക്കുന്നത് ടോബി? തീർച്ചയായിട്ടും അങ്ങനെ ജസ്നയുടെ പിതാവ് തന്നെ ഇപ്പോൾ ഈ വെളിപ്പെടുത്തൽ തള്ളിയിരിക്കുകയാണ്. എന്തായാലും ഈ ലോഡ്ജിൽ, അതായത് ജസ്നയെ കാണാതാവുന്ന 2018 അന്ന് മുണ്ടക്കയം ടൗണിൽ ബസ് ഇറങ്ങിയ ജസ്ന നടന്നു പോകുന്ന ദൃശ്യങ്ങൾ ഒരു വസ്ത്രവ്യാപാര കേന്ദ്രത്തിന്റെ CCTVയിൽ നിന്നും ലഭിച്ചിരുന്നു. അതിന് സമീപത്തുള്ള ഒരു ലോഡ്ജിൽ ജോലി ചെയ്തിരുന്ന സ്ത്രീയാണ് ഈ വെളിപ്പെടുത്തൽ ഇന്ന് നടത്തിയത്. അവർ പറയുന്നത് പ്രകാരം ജസ്ന ലോഡ്ജിൽ വന്നിരുന്നു. ജസ്ന ലോഡ്ജിൽ നിൽക്കുന്നത്, മൊബൈൽ നോക്കി നിൽക്കുന്നത് താൻ കണ്ടു. അതോടൊപ്പം തന്നെ ഒരു യുവാവ്, അജ്ഞാതനായ ഒരു യുവാവും കൂടി ഉണ്ടായിരുന്നു എന്നതടക്കമുള്ള ചില വെളിപ്പെടുത്തലുകളാണ് നടത്തിയത്. എന്നാൽ ഇത് പൂർണ്ണമായിട്ടും തള്ളുകയാണ് ഈ ലോഡ്ജ് ഉടമ. ലോഡ്ജ് ഉടമ പറയുന്നത് പ്രകാരം ഇവർക്ക് തന്നോട് വൈരാഗ്യമുണ്ടായിരുന്നു. അതായത് ജോലിയിൽ നിന്ന് പേരിട്ടതിനെ തുടർന്ന് ചില വൈരാഗ്യമുണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ചില കേസുകളും മുണ്ടക്കയം സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ട് ഇവർ. ആ വൈരാഗ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു വെളിപ്പെടുത്തൽ ഇപ്പോൾ ഇവർ നടത്തിയത് എന്നാണ് ഈ ലോഡ്ജ് ഉടമ പറയുന്നത്. പോലീസ് നേരത്തെ തന്നെ ക്രൈംബ്രാഞ്ച് വിശദമായിട്ടുള്ള മൊഴിയെടുക്കലും അതുപോലെ തന്നെ അന്വേഷണവും നടത്തിയതാണ്. ഈ മുണ്ടക്കയം മേഖലയിലുള്ള ലോഡ്ജുകളും അതുപോലെ തന്നെ മറ്റ് ചില ആളുകളെയും എല്ലാം തന്നെ ചോദ്യം ചെയ്തതാണ്. അന്നൊന്നും പറയാതിരുന്ന കാര്യം എന്തുകൊണ്ട് ഇപ്പോൾ പറയുന്നു? അത് തന്നോടുള്ള വൈരാഗ്യത്തിന്റെ ഭാഗമാണെന്നാണ്
എന്നാണ് ഈ ലോഡ്ജ് ഉടമയും പറയുന്നത്. എന്നാൽ ഇപ്പോൾ ഈ സ്ത്രീ പറയുന്നത് പ്രകാരം ഈ ജോലിയിൽ നിന്ന് പിരിച്ചിട്ട് അന്ന് പറയാതിരുന്നത് തന്നെ ഭീഷണിപ്പെടുത്തിയത് കൊണ്ടാണ്. അതായത് ഇത്തരത്തിലുള്ള ഒരു വിവരം അന്ന് പുറത്തു പറഞ്ഞാൽ അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും, അത് പറയേണ്ടതില്ല എന്ന് ഈ ലോഡ്ജ് ഉടമ തന്നെ തന്നോട് പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് അന്ന് പറയാതിരുന്നത് എന്നാണ് ഈ സ്ത്രീ പറയുന്നത്. ഇപ്പോൾ ഏറ്റവും അവസാനമായി വരുന്നത് ജസ്നയുടെ പിതാവിന്റെ പ്രതികരണം തന്നെയാണ്. ജസ്നയുടെ പിതാവ് പറയുന്നത് ഇത് അന്വേഷണത്തെ വഴിതെറ്റിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഒരു പ്രതികരണം നടത്തുന്നത്. നേരത്തെ തന്നെ ഇവർ തന്നെയും ബന്ധപ്പെട്ടിരുന്നതാണ്, അന്ന് ഈ കാര്യം പറഞ്ഞിരുന്നു, അത് അന്വേഷിക്കുകയും ചെയ്തതാണ്. എന്നാൽ അത് കൃത്യമല്ല, അത് ശരിയായൊരു വിവരമല്ല എന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ അത് ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. ജസ്ന തിരോധാനവുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ഒരു വെളിപ്പെടുത്തൽ പുറത്തു വരികയും അത് പിതാവ് തള്ളുകയും ഒക്കെ ചെയ്ത ഇന്നത്തെ വാർത്താദിനത്തിൽ സജീവമായിരുന്നു. ടോബി അതിന്റെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. മണ്ണിടിച്ചിലുണ്ടായ ശിരൂരിൽ കാണാതായ ജഗന്നാഥിന് വേണ്ടി തിരച്ചിലിറങ്ങിയ ഈശ്വർ മാൽപേയെ കർണാടക പോലീസ് തടഞ്ഞു. അനുമതിയില്ലാതെയാണ് മാൽപേ പുഴയിലിറങ്ങിയത് എന്നാണ് പോലീസിന്റെ വിശദീകരണം. ജഗന്നാഥിന്റെ മക്കളുടെ കണ്ണീര് കണ്ടാണ് തിരച്ചിലിനിറങ്ങിയതെന്ന് ഈശ്വർ മാൽപേ 24-നോട് പറഞ്ഞു. അനുമതി നൽകിയില്ലെങ്കിൽ നാളെ മുതൽ സമരമിരിക്കുമെന്ന് ജഗന്നാഥിന്റെ മകൾ മുന്നറിയിപ്പ് നൽകി. രാവിലെ 10 മണിയോടെയാണ് ഈശ്വർ മാൽപേ സംഘം വീണ്ടും ഗംഗാവലിയിൽ ഇറങ്ങിയത്. വിവരമറിഞ്ഞ് പോലീസ് സ്ഥലത്തേക്ക് കുതിച്ചെത്തി. ദൗത്യത്തിനു ശ്രമിച്ചാൽ കസ്റ്റഡിയിലെടുക്കുമെന്ന് അന്ത്യശാസനം നൽകി. ഇതോടെ ദൗത്യം ഉപേക്ഷിച്ച് മാൽപേ കരയ്ക്ക് കയറി. അനുമതിയില്ലാതിരുന്നിട്ടും ഒന്ന് ശ്രമിച്ചു നോക്കിയതിന്റെ കാരണം മാൽപേ 24-നോട് പറഞ്ഞു. കാരണം ഇന്നൊരു ഒന്നും വാക്കുമില്ല. ഞാൻ എന്താ പറഞ്ഞു, ഇപ്പം ഇവിടെ ഒരു വലിയ മുതലാളിൻ്റെ അല്ല MLA മോന് കീഴേ ഇരുന്ന് അപ്പം എന്നെ ചെയ്യുമോ? അപ്പം എവിടുന്നാണ് അമേരിക്ക വേണ്ട അല്ല എന്താ വേണ്ട സബ്മറീൻ കൊണ്ടുവന്ന് അത് എടുക്കും. ഇപ്പം പാവപ്പെട്ട ആൾക്കാർ 3 പേരുണ്ട് അവിടെ, അവരെ എടുക്കാൻ ഒരു ഇവിടെ സമ്മതിച്ചിട്ടില്ല. ഈശ്വർ മാൽപേയെ തടഞ്ഞതോടെ പ്രതിഷേധവുമായി ജഗന്നാഥിന്റെ 2 പെൺമക്കളും സ്ഥലത്തേക്കെത്തി. ജില്ലാ കളക്ടറെ വിളിച്ചു നോക്കിയെങ്കിലും ഫോൺ എടുത്തില്ല. അനുമതി നിഷേധിക്കുന്നതിന് യുക്തിഭദ്രമായ മറുപടി എവിടെ നിന്നും കിട്ടിയതുമില്ല. നാളെ മുതൽ സമരമിരിക്കാനാണ് തീരുമാനമെന്ന് ജഗന്നാഥിന്റെ മകൾ 24-നോട് പറഞ്ഞു. Till 32 days over. Till now we didn't get any identity. We want our father. So you requested Ishwar Malpe to do the search operation? We requested because we didn't get any identity till 32 days over. സമരത്തോടൊപ്പം ഉണ്ടാവുമെന്ന് അർജുന്റെ ബന്ധു ജിതിനും ലോറി ഉടമ മനാഫും ഉറപ്പു നൽകി. അർജുന്റേതുപോലെ കഴിഞ്ഞ 1 മാസമായി നെഞ്ചുപൊട്ടി കഴിയുകയാണ് ജഗന്നാഥിന്റെ കുടുംബവും. അദ്ദേഹത്തിന്റെ 3 മക്കൾക്ക് അച്ഛൻ എന്തു പറ്റി എന്ന കാര്യത്തിൽ ഒരു ഉത്തരം ലഭിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി അവർ സ്വയം നടത്തുന്ന ശ്രമങ്ങളെയാണ് ജില്ലാ ഭരണകൂടം ഇപ്പോൾ തടഞ്ഞത്. ഷൊരൂരിൽ നിന്നും വരുൺ വടശ്ശേരിക്കരക്കൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ, 24. ശിരൂരിൽ അർജുനായുള്ള തെരച്ചിലിൽ അനിശ്ചിതത്വം ഇപ്പോഴും തുടരുകയാണ്. ഡ്രഡ്ജർ എത്തും വരെ ദൗത്യം നിർത്തിവെച്ചിരിക്കുകയാണ്. ഡ്രഡ്ജർ എന്ന് എത്തുമെന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തതയില്ല. ഡ്രഡ്ജർ എത്തിക്കാനുള്ള പണം നൽകാൻ തയ്യാറാണെന്ന് ട്രക്ക് ഉടമ മനാഫ് 24-നോട് പറഞ്ഞു. ഡൈവിംഗ് അടക്കം എല്ലാ തരത്തിലുമുള്ള രക്ഷാദൗത്യവും ഗംഗാവലി പുഴയിൽ നിർത്തിവെച്ചിരിക്കുകയാണ്. നദിയിലെ ഒഴുക്ക് കുറഞ്ഞതും വെള്ളം തെളിഞ്ഞതുമൊന്നും ജില്ലാ ഭരണകൂടം പരിഗണിക്കുന്നില്ല. ഡ്രഡ്ജർ എത്തും മുമ്പ് ആൽമരമടക്കം നദിയിലുള്ള അവശിഷ്ടങ്ങൾ നീക്കാനുള്ള ശ്രമങ്ങൾ പോലും അനുവദിക്കുന്നില്ല. എന്നാൽ ഡ്രഡ്ജർ എന്നെത്തുമെന്ന ചോദ്യത്തിനും കൃത്യമായ മറുപടിയുമില്ല. നാളെ എത്തുമെന്ന് MLA പറഞ്ഞ ഉറപ്പ് പാഴ്വാക്കായെന്ന് ഉറപ്പാണ്. ശനിയാഴ്ചയെങ്കിലും ആവുമെന്ന് ഡ്രഡ്ജർ കൊണ്ടുവരാനുള്ള ഷിപ്പിംഗ് കമ്പനി പറയുന്നു. ഇന്ന് കർണാടക തുറമുഖ വകുപ്പ് പുഴയിൽ ആഴപരിശോധന നടത്തുന്നതിന്റെ ദൃശ്യങ്ങൾ 24 പകർത്തി. എന്നാൽ ചിലവ് ചൂണ്ടിക്കാട്ടി ഡ്രഡ്ജർ കൊണ്ടുവരുന്നത് തടയാനുള്ള ശ്രമം നടക്കുന്നതായി അർജുന്റെ ലോറി ഉടമ മനാഫ് പറഞ്ഞു. ചെലവ് ചൂണ്ടിക്കാട്ടി ഡ്രഡ്ജർ കൊണ്ടുവരുന്നത് തടയാൻ ആരെയും അനുവദിക്കില്ലെന്നും അദ്ദേഹം 24-നോട് പറഞ്ഞു. ഡ്രഡ്ജർ ആരും പൈസ മുടക്കണ്ട, നമ്മൾ മുടക്കിക്കോളാം, കുഴപ്പമില്ല, നമുക്ക് ആ സാധനം വിട്ട് തന്നാൽ മതി, പെർമിഷൻ തന്നാൽ മതി, ഈ സാധനമൊക്കെ എത്തേണ്ടോടന്ന് നമ്മൾ എത്തിച്ചു തരും, കുഴപ്പമില്ല, നമുക്ക് ആകെ വേണ്ടിയത് ഫെസിലിറ്റി തന്നാൽ മതി, ഇവിടെയുള്ള സൗകര്യങ്ങൾ സമ്മതം തന്നാൽ മതി, ബാക്കി കാര്യങ്ങൾ അത് തന്നെത്താലെ വന്നോളൂ. കർണാടക സർക്കാർ എത്തിക്കുമെന്ന് പറയുന്ന ഡ്രഡ്ജർ ഈ ശനിയാഴ്ചയെങ്കിലും ആകും എന്നതാണ് കർണാടക തുറമുഖ വകുപ്പിൽ നിന്ന് നമുക്ക് നേരിട്ട് ലഭിക്കുന്ന വിവരം. അതിലും വൈകുമോ എന്നുള്ള കാര്യം ഇപ്പോൾ വ്യക്തമല്ല. അതായത് നേരത്തെ പറഞ്ഞ തീയതികളിലൊന്നും തന്നെ ഡ്രഡ്ജർ ഇവിടെ എത്താൻ പോകുന്നില്ല. ശിരൂരിൽ നിന്നും വരുൺ വടശ്ശേരിക്കരക്കൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ, 24. ജാർഖണ്ഡിൽ വലിയ രാഷ്ട്രീയ നീക്കങ്ങൾ ഉണ്ടാകുന്നു. രാഷ്ട്രീയ അട്ടിമറിക്ക് BJPയുടെ നീക്കമുണ്ടാകുന്നു. മുഖ്യമന്ത്രി ഹേമന്ത് സോറന്റെ വിശ്വസ്തനും മുൻ മുഖ്യമന്ത്രിയുമായ ചമ്പൈ സോറൻ BJPയിലേക്കെന്ന് സൂചന. 6 MLA-മാരുമായി ചമ്പൈ സോറൻ ഡൽഹിയിലെത്തി. എന്നാൽ BJPയിൽ ചേരുമെന്ന വാർത്ത ചമ്പൈ സോറൻ തള്ളുന്നുണ്ട്. അച്യുതൻ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുകയാണ്. അച്യുതൻ, ഹേമന്ത് സോറൻ രാജിവെച്ച് ജയിലിലേക്ക് പോകുന്ന ഘട്ടത്തിൽ ചമ്പൈ സോറനാണ് മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തുന്നത്. അത്രയും വിശ്വസ്തൻ എന്ന് പൊതുവെ വിലയിരുത്തിയ സാഹചര്യവും ഉണ്ടായിരുന്നു. അദ്ദേഹം ഇപ്പോൾ BJPയിലേക്ക് പോകാൻ ഒരുങ്ങുന്നു എന്നുള്ള ചർച്ചകൾ അല്ലെങ്കിൽ റിപ്പോർട്ടുകൾ, അത് എത്രത്തോളം വലിയ നടുക്കം ആ പാർട്ടിയിൽ ഉണ്ടാക്കുന്നുണ്ട്? ഒടുവിലായി പുറത്തു വരുന്ന വിവരങ്ങൾ എങ്ങനെയാണ്?
അച്യുതൻ. ടി കെ റീജിത്ത്, അല്പം മുൻപാണ് ഏതാണ്ട് ഉച്ചയോടുകൂടിയാണ് ചമ്പൈ സോറനും MLA-മാരും ഡൽഹിയിൽ എത്തിയിരിക്കുന്നത്. എന്നാൽ പ്രതികരണം പഴയ അതേ തരത്തിൽ തന്നെയായിരുന്നു അദ്ദേഹം നടത്തിയ പ്രതികരണം. അതായത് തൻ്റെ വ്യക്തിപരമായ ചില ആവശ്യങ്ങൾക്കാണ് ഡൽഹിയിൽ എത്തിയത്, താൻ ഇപ്പോൾ എവിടെയാണോ ഉള്ളത് അവിടെ തന്നെയാണ് ഉള്ളത് എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണം. സുവേന്ദു അധികാരിയുമായുള്ള കൂടിക്കാഴ്ച കൊൽക്കത്തയിൽ നടന്നതായി സംബന്ധിച്ച് ചില റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിൽ അദ്ദേഹം പ്രതികരിച്ചത് താൻ ആരുമായും കൂടിക്കാഴ്ച നടത്തിയിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ ഭാവി രാഷ്ട്രീയം സംബന്ധിച്ചുള്ള ചോദ്യങ്ങളിൽ അദ്ദേഹം പ്രതികരിക്കാതെ മടങ്ങുകയാണ് ഉണ്ടായത്. കുറച്ച് ദിവസങ്ങളായാണ് ഈ ചെമ്പൈ സോറൻ BJP-യിലേക്ക് എന്നുള്ള തരത്തിലുള്ള അഭ്യൂഹങ്ങൾ പരന്നത്. അതിന് കാരണമായി ഈ ചെമ്പൈ സോറൻ അനുയായികൾ വ്യക്തമാക്കിയത് അദ്ദേഹം പാർട്ടിക്കകത്ത് ഈ അതൃപ്തികൾ നേരിടുന്നുണ്ട്. കാരണം ഈ ഖനന അഴിമതി കേസിൽ ED ഹേമന്ത് സോറനെ അറസ്റ്റ് ചെയ്യുകയും തുടർന്നാണ് ഹേമന്ത് സോറൻ മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയുന്നതും. എന്നാൽ ഭാര്യ കൽപ്പന സോറന്റെ പേര് ആ സ്ഥാനത്തേക്ക് ഉയർന്നു കേട്ടെങ്കിലും അവിടേക്കാണ് ചമ്പൈ സോറനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നിയോഗിക്കുന്നത്. അങ്ങനെയുള്ള ഒരു വിശ്വസ്തനാണ് പാർട്ടിയുടെ. മാത്രമല്ല ആഴത്തിൽ പല മേഖലകളിലും ആഴത്തിൽ ബന്ധമുള്ള ജനകീയനായിട്ടുള്ള ഒരാൾ കൂടിയാണ് ചമ്പൈ സോറൻ. ആ നിലയ്ക്കാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അദ്ദേഹത്തെ തന്നെ പരിഗണിക്കുന്നതും. എന്നാൽ ജയിൽ മോചിതനായി ഹേമന്ത് സോറൻ പുറത്തു വന്നതോടുകൂടി അദ്ദേഹം സ്ഥാനമൊഴിയുകയും ഹേമന്ത് സോറൻ വീണ്ടും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തിരിച്ചു വരുന്നതുമാണ് ഈ സമീപകാലത്ത് ജാർഖണ്ഡിൽ നടന്ന രാഷ്ട്രീയ നീക്കങ്ങൾ. അതിനൊടുവിലാണ് അതിൽ ഈ ചമ്പൈ സോറൻ സന്തുഷ്ടനല്ല, അദ്ദേഹം അതിൽ അതൃപ്തി നേരിടുന്നുണ്ട് എന്ന് അദ്ദേഹത്തിൻ്റെ അനുയായികൾ പലരും പലയിടങ്ങളിലായി പ്രതികരണങ്ങൾ നടത്തുന്നത്. അങ്ങനെയാണ് അദ്ദേഹം BJP-യിലേക്ക് പോകുവാനായി ഒരുങ്ങുന്നു എന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങൾ ശക്തമാകുന്നു. അതായത് ജാർഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ ചില രാഷ്ട്രീയ നീക്കങ്ങൾ അവിടെ ഉണ്ടാകും എന്നുള്ള സൂചനകളാണ് ലഭിക്കുന്നത്. JMM-ൽ നിന്ന് ചമ്പൈ സോറനും ചില MLA-മാരും പാർട്ടി വിടും എന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. പക്ഷേ അതിൽ ചമ്പൈ സോറൻ വ്യക്തമായ ഒരു വിശദീകരണം ഇതുവരെയും നൽകിയിട്ടില്ല. അദ്ദേഹം പറയുന്നത് താൻ ഇപ്പോൾ എവിടെയാണോ അവിടെയാണ്. ചമ്പൈ സോറനും അനുയായികളും BJP-യിലേക്ക് എന്ന റിപ്പോർട്ടുകൾ സജീവമാകുന്നുണ്ട്. പക്ഷേ ആ റിപ്പോർട്ടുകളിൽ ആ ആരോപണങ്ങൾ തള്ളുകയാണ് ചമ്പൈ സോറൻ. അച്യുതൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. പത്തനംതിട്ട കൊടുമണ്ണിലെ ഓട വിവാദത്തിൽ മന്ത്രി വീണ ജോർജിന്റെ ഭർത്താവിനെതിരെ മാധ്യമങ്ങളിലൂടെ ആരോപണം ഉന്നയിച്ച CPM നേതാവിന് താക്കീത്. പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗം KK ശ്രീധരനെയാണ് പാർട്ടി താക്കീത് ചെയ്തത്. അതിനിടെ മന്ത്രിയുടെ ഭർത്താവ് ജോർജ് ജോസഫിന്റെ കെട്ടിടം കയ്യേറ്റ ഭൂമിയിലല്ല എന്ന് റവന്യൂ വകുപ്പ് കണ്ടെത്തി. കോൺഗ്രസ് ഓഫീസ് നിർമ്മിച്ചത് കയ്യേറ്റ ഭൂമിയിലാണെന്ന രേഖ ജോർജ് ജോസഫ് പുറത്തുവിട്ടു. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ ഭർത്താവ് ജോർജ് ജോസഫ് കെട്ടിട നിർമ്മാണത്തിനായി ഏഴംകുളം കൈപ്പട്ടൂർ റോഡിൽ കൊടുമണ്ണിൽ ഓടയുടെ അലൈൻമെന്റ് മാറ്റിയെന്ന ആരോപണം ഉന്നയിച്ചത് CPM ജില്ലാ കമ്മിറ്റി അംഗവും കൊടുമൺ പഞ്ചായത്ത് പ്രസിഡന്റുമായ KK ശ്രീധരനാണ്. പിന്നാലെ കോൺഗ്രസും ആരോപണം ഏറ്റെടുത്തു. വിവാദമായതോടെ കളക്ടർ റവന്യൂ വകുപ്പിനോട് സർവേ നടത്താൻ ആവശ്യപ്പെട്ടു. റവന്യൂ വകുപ്പിന്റെ സർവേയിലാണ് ജോർജ് ജോസഫ് കയ്യേറ്റം നടത്തിയിട്ടില്ല എന്ന കണ്ടെത്തലുള്ളത്. കോൺഗ്രസ് മണ്ഡലം ഓഫീസിന്റെ മുൻവശത്ത് അനധികൃത നിർമ്മാണമുണ്ടെന്നും റിപ്പോർട്ടിലുണ്ട്. അനധികൃത നിർമ്മാണത്തിൽ നോട്ടീസ് നൽകാൻ പത്തനംതിട്ട കളക്ടർ നിർദ്ദേശിച്ചു. PWD റോഡ് കയ്യേറിയത് കൂടാതെ റവന്യൂ പുറമ്പോക്ക് 3 സെന്റ് കയ്യേറിയിട്ടുണ്ട്. അവിടെയാണ് ഈ വാണിജ്യ ആവശ്യത്തിന് കെട്ടിടം പണിത് വാടകയ്ക്ക് കൊടുത്തിരിക്കുന്നത്. ജോർജ് ജോസഫിനെതിരെ ആരോപണം ഉന്നയിച്ച പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗവും കൊടുമൺ പഞ്ചായത്ത് പ്രസിഡന്റുമായ KK ശ്രീധരനെ CPM താക്കീത് ചെയ്തു. കടുത്ത നടപടി വേണമെന്ന ആവശ്യം ജില്ലാ സെക്രട്ടറി KP ഉദയഭാനു അടക്കം ഉന്നയിച്ചെങ്കിലും താക്കീത് മതിയെന്ന നിലപാടിലെത്തുകയായിരുന്നു. 24 പത്തനംതിട്ട. യുവഡോക്ടറുടെ ബലാത്സംഗ കൊലപാതക കേസിൽ മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷിനെ തുടർച്ചയായി 3-ാം ദിവസവും CBI ചോദ്യം ചെയ്യുകയാണ്. പ്രതി സഞ്ജയ് റോഡിയെ നുണപരിശോധനയ്ക്ക് വിധേയമാക്കാൻ അനുമതി തേടി CBI ഉടൻ കോടതിയെ സമീപിക്കും. പ്രതിഷേധങ്ങൾ ശക്തമാകുന്ന പശ്ചാത്തലത്തിൽ RG കർ ആശുപത്രി പരിസരത്ത് പോലീസ് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. കഴിഞ്ഞ 2 ദിവസങ്ങളിലും 13 മണിക്കൂറുകൾ വീതം ചോദ്യം ചെയ്ത RG കർ മെഡിക്കൽ കോളേജ് മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷിനെ ഇന്ന് CBI വീണ്ടും ചോദ്യം ചെയ്യുകയാണ്. പ്രിൻസിപ്പലിന്റെ ഭാഗത്ത് ഗുരുതരമായ കൃത്യവിലോപമുണ്ടായതായി CBIക്ക് മൊഴികൾ ലഭിച്ചിട്ടുണ്ട്. പുറമേ നിന്നുള്ള നിർദ്ദേശമനുസരിച്ചാണോ ഇത് എന്നതടക്കമുള്ള വിവരങ്ങളാണ് CBIക്ക് ഇനി അറിയാനുള്ളത്. അതിനിടെ സന്ദീപ് ഘോഷിനെ അക്കാദമിക് പ്രവർത്തനങ്ങളിൽ നിന്നും വിലക്കി പശ്ചിമബംഗാൾ ഓർത്തോപീഡിക് അസോസിയേഷൻ നോട്ടീസ് അയച്ചു. കേസിൽ അറസ്റ്റിലായ പ്രതി സഞ്ജയ് റോയിയെ നുണപരിശോധനയ്ക്ക് വിധേയനാക്കാൻ അനുമതി തേടി CBI ഉടൻ കോടതിയെ സമീപിക്കും. ഇയാളെ മാനസിക പരിശോധനകൾ നടത്താനായി ഡൽഹിയിൽ നിന്നുള്ള വിദഗ്ധ സംഘം കൊൽക്കത്തയിൽ എത്തിയിട്ടുണ്ട്. മേഖലയിലെ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ കാണികളിൽ നിന്നും പ്രതിഷേധമുണ്ടാകുമെന്ന രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് വൈകിട്ട് നിശ്ചയിച്ച ഈസ്റ്റ് ബംഗാൾ മോഹൻ ബഗാൻ മത്സരത്തിന് പോലീസ് അനുമതി നിഷേധിച്ചു. ആശുപത്രി ആക്രമണക്കേസിൽ ഇതുവരെ അറസ്റ്റിലായ 32 പേരിൽ 14 പേരും TMC പ്രവർത്തകരാണെന്നാണ് പോലീസ് റിപ്പോർട്ട്.
ആക്രമണവുമായി ബന്ധപ്പെട്ട 76 പേരുടെ ചിത്രങ്ങൾ കൂടി പോലീസ് പുറത്തുവിട്ടു. അനുദിനം വർദ്ധിച്ചു വരുന്ന പ്രതിഷേധങ്ങൾ CBIക്ക് മേലും സമ്മർദ്ദം ശക്തമാക്കുകയാണ്. ശാസ്ത്രീയ തെളിവുകളിലൂടെ അന്വേഷണം എത്രയും വേഗം പൂർത്തിയാക്കാനുള്ള നീക്കത്തിലാണ് CBI. കൊൽക്കത്ത ആർജിക്കർ ആശുപത്രിയിൽ നിന്നും ജിജീന്ദ്രനൊപ്പം ബൽറാം നെടുങ്ങാടി, 24. കൊൽക്കത്തയിലെ യുവ ഡോക്ടറുടെ കൊലപാതകത്തിൽ സർക്കാരിനെ പ്രതിരോധത്തിലാക്കുകയാണ് പ്രതിപക്ഷ പാർട്ടികൾ. മുഖ്യമന്ത്രി മമതാ ബാനർജി രാജിവെക്കണമെന്ന് ദേശീയ വനിതാ കമ്മീഷൻ മുൻ അധ്യക്ഷ രേഖാ ശർമ്മ 24നോട് പറഞ്ഞു. കേസിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് CPIM ബംഗാൾ സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് സലീം ആവശ്യപ്പെട്ടു. സർക്കാർ പൂർണ്ണ പരാജയമെന്ന് CPI ജനറൽ സെക്രട്ടറി D രാജ കുറ്റപ്പെടുത്തി. കൊൽക്കത്തയിൽ വനിതാ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയതിന് പിന്നാലെ ബംഗാൾ സർക്കാരിനും മുഖ്യമന്ത്രി മമതാ ബാനർജിക്കുമെതിരെ കടുത്ത വിമർശനങ്ങളാണ് ഉയരുന്നത്. മുഖ്യമന്ത്രി രാജിവെക്കണമെന്നും തെളിവ് നശിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നതെന്നും ദേശീയ വനിതാ കമ്മീഷൻ മുൻ അധ്യക്ഷ രേഖാ ശർമ്മ പറഞ്ഞു. It was a planned attack on the hospital. There were some construction also they started because they wanted to remove the evidences. തൃണമൂൽ ഗുണ്ടകൾ പോലീസിന്റെ സഹായത്തോടെ തെളിവ് നശിപ്പിക്കാൻ ശ്രമിക്കുന്നുവെന്ന് CPIM ബംഗാൾ സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് സലീം ആരോപിച്ചു. Trinamool government is protecting the rapists, protecting the molesters, and Trinamool goons with the help of the Kolkata police is trying to vandalize that. They are trying to destroy the evidence. ബംഗാളിന്റെ ചരിത്രത്തിൽ മുമ്പൊരിക്കലും ഇത്തരമൊരു സംഭവം ഉണ്ടായിട്ടില്ല. മുഴുവൻ പ്രതികളെയും ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന് മുതിർന്ന CPM നേതാവ് ബിമൻ ബോസ്. പ്രതിഷേധക്കാരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ മുഖ്യമന്ത്രി മമതാ ബാനർജി ബാധ്യസ്ഥയാണെന്ന് CPI ജനറൽ സെക്രട്ടറി D രാജ പ്രതികരിച്ചു. BJPയും TMCയും ഒഴികെയുള്ള എല്ലാ കക്ഷികളെയും പ്രതിഷേധത്തിൽ ഒപ്പം ചേർക്കാനാണ് ഇടത് പാർട്ടികളുടെ യോഗത്തിന്റെ തീരുമാനം. ആശുപത്രിക്ക് നേരെയുണ്ടായ ആക്രമണത്തിന് പിന്നിൽ പ്രതിപക്ഷ പാർട്ടികളാണെന്നാണ് മമതാ ബാനർജി ആരോപിക്കുന്നത്. എന്നാൽ വീഴ്ചകൾ ഓരോന്നായി ചൂണ്ടിക്കാട്ടി മമതയുടെ രാജി ആവശ്യപ്പെടുകയാണ് പ്രതിപക്ഷ നേതാക്കൾ. വിനീത VG, 24, ഡൽഹി. വടകര കാഫിർ സ്ക്രീൻഷോട്ടിന് പിന്നിൽ UDF എന്നാവർത്തിച്ച് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. വ്യാജ നിർമ്മിതിക്ക് പിന്നിൽ UDF ആണ്. അതിന് BJPയുടെ സഹായം ലഭിച്ചിട്ടുണ്ടെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. സ്ക്രീൻഷോട്ട് വിവാദത്തിൽ DYFIയുടെ വിശദീകരണ യോഗം ഇന്ന് വൈകുന്നേരം 4 മണിക്ക് വടകരയിൽ നടക്കും. വടകരയിലെ കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ പാർട്ടി നിലപാട് ആവർത്തിക്കുകയാണ് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഒറ്റ നിലപാടാണ് ഈ വിഷയത്തിൽ പാർട്ടിക്കുള്ളത്. വ്യാജ നിർമ്മിതിക്ക് പിന്നിൽ UDFന് BJPയുടെ സഹായം ലഭിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. UDF ആണ് അവിടെ വർഗീയതയും അതുപോലെ തന്നെ അശ്ലീലതയും തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് പ്രചരിപ്പിച്ചത്. അവർക്കാണെങ്കിൽ നല്ല ഈ റിക്കാർഡെല്ലാം ഉണ്ടാക്കിയ നല്ല ശീലമുണ്ട്. അതൊക്കെ വെച്ചുകൊണ്ടാണ് ഞങ്ങൾ ആദ്യമേ പറഞ്ഞത്. ഞങ്ങളാണ് LDF ഈ കാര്യം വന്നപ്പോഴും LDF ആണ് ആദ്യമായിട്ട് കേസ് കൊടുത്തത്. LDF ആണ് പരാതി നൽകിയത്. അതുകൊണ്ട് അതിൻ്റെ അകത്ത് ഞങ്ങൾക്കൊന്നും മറച്ചു വെക്കാനില്ല. ഇന്ന് വൈകുന്നേരം 4 മണിക്കാണ് DYFIയുടെ വിശദീകരണ യോഗം. DYFI വടകര ബ്ലോക്ക് പ്രസിഡന്റ് റിബേഷ് രാമകൃഷ്ണൻ അഡ്മിനായ വാട്സ്ആപ്പ് ഗ്രൂപ്പിലാണ് കാഫിർ സ്ക്രീൻഷോട്ട് ആദ്യം പ്രചരിച്ചതെന്ന് പോലീസ് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരുന്നു. ഇതിന് പിന്നാലെ UDF ഇത് ഒരു രാഷ്ട്രീയ ആയുധമാക്കി. ഇതിനെ പ്രതിരോധിക്കാനാണ് വിശദീകരണ യോഗം. തനിക്കെതിരെ തെറ്റായ പ്രചാരണം നടത്തുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി റിബേഷ് രാമകൃഷ്ണൻ മുൻ MLAയും ലീഗ് നേതാവുമായ പാറക്കൽ അബ്ദുള്ളയ്ക്ക് വക്കീൽ നോട്ടീസ് അയച്ചിരുന്നു. 24 കോഴിക്കോട്. കോഴിക്കോട് വിലങ്ങാട് ഉരുൾപൊട്ടലിൽ തകർന്ന പാലത്തിന് കൈവരി നിർമ്മിക്കാനുള്ള PWD ഉദ്യോഗസ്ഥരുടെ ശ്രമം നാട്ടുകാർ തടഞ്ഞു. കൈവരി കൊണ്ട് കാര്യമില്ലെന്നും പുതിയ പാലമാണ് പോംവഴിയെന്നും നാട്ടുകാർ പറയുന്നു. വിലങ്ങാട് പുനരധിവാസം ഉടൻ യാഥാർത്ഥ്യമാകുമെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ് പ്രതികരിച്ചു. ഉരുൾപൊട്ടലിനെ തുടർന്നുണ്ടായ മലവെള്ളപ്പാച്ചിലിൽ മരങ്ങളും പാറക്കല്ലുകളും വന്നടിഞ്ഞ് തകർന്ന വിലങ്ങാട് ടൗൺ പാലത്തിന് ഇരുമ്പ് പൈപ്പ് ഉപയോഗിച്ച് കൈവരി നിർമ്മിക്കാനാണ് പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർ എത്തിയത്. എന്നാൽ നീക്കം നാട്ടുകാർ തടഞ്ഞു. പാലത്തിന് തന്നെ ബലക്ഷയമുണ്ടായ സാഹചര്യത്തിൽ പൈപ്പുകൾ ഉപയോഗിച്ച് കൈവരി സ്ഥാപിച്ച് രക്ഷപ്പെടാനുള്ള ശ്രമമാണ് ഉദ്യോഗസ്ഥർ നടത്തുന്നത് എന്ന് നാട്ടുകാർ. എന്നാൽ കൈവരി ഇല്ലാത്തതിനാൽ അപകട സാധ്യത കൂടുതലാണെന്നും അതിനാലാണ് നിർമ്മാണ പ്രവർത്തനമെന്നും PWD ഉദ്യോഗസ്ഥർ പറഞ്ഞു. പ്രതിഷേധം സംഘർഷാവസ്ഥയിലേക്ക് നീങ്ങിയതോടെ പോലീസ് സ്ഥലത്തെത്തി. നീണ്ട ചർച്ചയ്ക്കൊടുവിലും നാട്ടുകാർ പ്രതിഷേധം തുടർന്നതോടെ ഉദ്യോഗസ്ഥർ മടങ്ങി. വിലങ്ങാട് വിഷയം മന്ത്രിസഭായോഗം ചർച്ച ചെയ്തിട്ടുണ്ടെന്നും സമഗ്രമായ പുനരധിവാസമാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് എന്നും മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു. തീർച്ചയായിട്ടും പരിഗണനയിലുണ്ട്. കഴിഞ്ഞ മന്ത്രിസഭയിൽ ഞങ്ങൾ വളരെ വിശദമായി ഇത് ചർച്ച ചെയ്തു. എല്ലാ നിലയിലും വിലങ്ങാടിന് അതിജീവിക്കാനുള്ള ഇടപെടൽ സംസ്ഥാന സർക്കാർ നടത്തും. പുതിയ പാലം നിർമ്മിക്കുന്നതിന് 8 കോടി രൂപയുടെ പദ്ധതി തയ്യാറാക്കി സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ടെന്ന് നാദാപുരം MLA EK വിജയൻ പ്രതികരിച്ചു. 24 കോഴിക്കോട്.
കോഴിക്കോട് വിലങ്ങാട് ഉരുൾപൊട്ടലിൽ നിന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടതിന്റെ ആശ്വാസത്തിലാണ് ആദിവാസിയൂരിലെ ചണ്ണയും കുടുംബവും. വീടിരുന്ന സ്ഥലത്ത് ഇനി താമസം സാധ്യമല്ലാത്തതിനാൽ സർക്കാരിന്റെ സഹായം തേടുകയാണ് കുടുംബം. ഉരുൾപൊട്ടൽ ഉണ്ടായി നാളുകൾ ഏറെ കഴിഞ്ഞിട്ടും ആ നടുക്കം വിട്ടുമാറിയിട്ടില്ല അടുപ്പിൽ ഉന്നതിയിലെ ചണ്ണയ്ക്ക്. രോഗിയായ ഭർത്താവ് മാടമ്പിയെയും മുറുകെ പിടിച്ച് മുറ്റത്ത് ആ രാത്രി കഴിച്ചുകൂട്ടിയത് ഇപ്പോഴും പേടി സ്വപ്നം. അപ്പോൾ ഞങ്ങളിത് അറിയുന്നില്ല, ഉറക്കത്തിൽ അങ്ങനെ വേറെ പിള്ളേരായിട്ട് കൂട്ടി കേട്ടിട്ട് ഓടി വന്ന് പറഞ്ഞതാ. അതുവരെ ഞാൻ നല്ല ഉറക്കം. അപ്പോൾ എല്ലാവരും കൂടി കൂക്കിയും ബഹളം ഒക്കെ ആറ്റി പിന്നെ എങ്ങോട്ട് പോന്നു. പിന്നെ ഞാളെ പുരൻ്റെ മുറ്റത്ത് തന്നെ നേരെ വേൾക്കട്ടെ അല്ലെങ്കിൽ ഊർന്ന് മരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അവിടെ തന്നെ നിന്നു. ഉന്നതിയിലെ 65 കുടുംബങ്ങളിൽ ഏതാനും പേർ ഇപ്പോഴും ബന്ധുവീടുകളിലാണ് കഴിയുന്നത്. അവിടെ പാർക്കാനാവില്ലേ, വലിയ പാറക്കെട്ട ഞങ്ങളെ പേരേൻ്റെ മേലെ ഉള്ളത്. ആ കാരണം ഞങ്ങൾ പേടിച്ചിട്ട് എപ്പം ഞങ്ങൾ ഉറങ്ങുമ്പല്ലേ ഇത് എല്ലാം വരുന്നത്. ഞാനിങ്ങനെ ദൈവത്തിനെ വിളിച്ച് ഇങ്ങനൊന്നും വരല്ലേ, ഞങ്ങളെയും കൂടി എടുക്കാൻ നോക്കുന്ന ആ വെള്ളവും പിന്നെ ഉരുൾപൊട്ടലെല്ലാം കൂടി ആറ്റി ഞങ്ങൾ പേടിച്ച് ഇങ്ങനെ പറക്കുന്ന ഓരോരോ മനുഷ്യന്മാർ. അപ്പോൾ കൂടി ഞങ്ങൾ ഇങ്ങോട്ട് ഓടി വന്നത്. കഴിഞ്ഞ 30-ന് പുലർച്ചെയാണ് വിലങ്ങാട് മലയിൽ ഉരുൾപൊട്ടൽ ഉണ്ടായത്. ചെറുതും വലുതുമായ നിരവധി ഉരുൾപൊട്ടലുകളിൽ ഒരു ജീവൻ പൊലിയുകയും വലിയ നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്തു. നിരവധി പേർ വാടക വീടുകളിലും ബന്ധുവീടുകളിലും കഴിച്ചുകൂട്ടുകയാണ്. പുനരധിവാസം വൈകുന്തോറും ഇവരുടെ ആശങ്ക വർദ്ധിക്കുകയാണ്. സർക്കാർ എത്രയും വേഗം നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം. വിലങ്ങാട് നിന്ന് രജേഷ് കരുവള്ളൂരിനൊപ്പം സമീർ സി മുഹമ്മദ്, 24. സിനിമാ മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നം പഠിക്കാൻ രൂപീകരിച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്നതിൽ സർക്കാർ നാളെ തീരുമാനമെടുക്കും. നടി രഞ്ജിനി നൽകിയ ഹർജി കോടതി പരിഗണിച്ചതിന് ശേഷമാകും സർക്കാരിന്റെ തീരുമാനം. റിപ്പോർട്ട് പുറത്തുവിടരുതെന്നാവശ്യപ്പെട്ട് കൂടുതൽ ഹർജികൾ എത്താനും സാധ്യത. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്നതിൽ അനിശ്ചിതത്വം ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. കമ്മിറ്റിക്ക് മുന്നിൽ മൊഴി നൽകിയവർക്ക് റിപ്പോർട്ടിന്റെ പകർപ്പ് ഇതുവരെ ലഭിച്ചില്ല. ആദ്യം മൊഴി നൽകിയവർക്ക് റിപ്പോർട്ട് നൽകണമെന്നാണ് നടി രഞ്ജിനിയുടെ ആവശ്യം. കോടതി ഹർജി തള്ളിയാൽ നാളെ തന്നെ റിപ്പോർട്ട് പുറത്തുവിടുമോ എന്നതാണ് ആകാംക്ഷ. എന്നാൽ റിപ്പോർട്ട് പുറത്തുവിടരുത് എന്ന് ആവശ്യപ്പെടില്ലെന്ന് നടി രഞ്ജിനി 24-നോട് പറഞ്ഞു. മൺഡേ വരയ്ക്കും എൻ്റെ വാദം കേട്ടിട്ട് പിന്നെ അവർക്ക് പബ്ലിഷ് ചെയ്യാമല്ലോ, അതുവരെ വെയിറ്റ് ചെയ്തല്ലേ. ആദ്യം മൊഴി നൽകിയവർക്ക് റിപ്പോർട്ട് നൽകണമെന്ന് കോടതി ഉത്തരവിട്ടാൽ റിപ്പോർട്ട് പുറത്തു വരുന്നത് വൈകും. നാളെ തന്നെ കൂടുതൽ ഹർജികൾ സിനിമാ മേഖലയിൽ നിന്ന് കോടതിയിലെത്താനും സാധ്യതയുണ്ട്. സർക്കാർ മനഃപൂർവ്വം റിപ്പോർട്ട് പുറത്തുവിടാതിരിക്കാൻ ശ്രമം നടത്തുന്നു എന്ന ആരോപണവും ശക്തമാണ്. 24 തിരുവനന്തപുരം. മുല്ലപ്പെരിയാർ ഡാം ഭീതിയായി നിലനിൽക്കുന്നുവെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ഹൃദയത്തിൽ ഇടിമുഴക്കം പോലെയാണ് ഡാം നിൽക്കുന്നത്. ഡാം പൊട്ടിയാൽ കോടതികൾ ഉത്തരം പറയുമോ എന്നും സുരേഷ് ഗോപി ചോദിച്ചു. കേരളത്തിന് ഇനിയും ഒരു കണ്ണുനീർ താങ്ങാനാകില്ല എന്നും സുരേഷ് ഗോപി പറയുന്നു. ഇനി ഒരു പക്ഷേ ഭീതിയായി നിലനിൽക്കുന്ന മുല്ലപ്പെരിയാർ എന്ന് പറയുന്ന ഒരു വലിയ സമ്പ്രദായം ഹൃദയത്തിൽ ഇങ്ങനെ ഒരു ഇടിമുഴക്കം പോലെയാണ് അത് നിൽക്കുന്നത്. പൊട്ടിയാൽ ആരുത്തരം പറയും? കോടതികൾ ഉത്തരം പറയുമോ? കോടതികളിൽ നിന്ന് അങ്ങനെയുള്ള തീരുമാനങ്ങൾ കൈപ്പറ്റി ആ തീരുമാനങ്ങളുമായി ഇന്നത്തെ സ്ഥിതിവിശേഷം തുടരുന്ന ഒരവസ്ഥയിൽ കൊണ്ടുപോകുന്നവർ ഉത്തരം പറയുമോ? എന്താണ് ഇതിൻ്റെ ഒരു അനിതര ഫലം? മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരിതബാധിതരുടെ എല്ലാ ബാങ്ക് വായ്പകളും എഴുതിത്തള്ളുന്നതിൽ പരിമിതികളുണ്ടെന്ന് ബാങ്കേഴ്സ് സമിതി കൺവീനർ KS പ്രദീപ്. അർഹരുടെ വായ്പ എഴുതിത്തള്ളാൻ ആകുമോ എന്നാണ് പരിശോധിക്കുന്നതെന്നും KS പ്രദീപ് വ്യക്തമാക്കി. വായ്പാ തിരിച്ചടവിൽ അന്തിമ തീരുമാനം നാളത്തെ ബാങ്കേഴ്സ് സമിതി യോഗത്തിലുണ്ടാകും. അല്ല, നാളെ SLBC ആണ്. SLBCയിൽ തീരുമാനങ്ങൾ എടുക്കും എന്നല്ലേ ഞാൻ പറഞ്ഞു. വായ്പ എഴുതിത്തള്ളുമെന്ന് ഞാൻ ഫുള്ളായിട്ട് എഴുതിത്തള്ളുന്ന പറഞ്ഞില്ല. അതായത് ബാങ്ക് ബോർഡാണ് തീരുമാനിക്കുന്നത് വായ്പ എഴുതിത്തള്ളുന്നത്. അത് നോക്കിയിട്ട് എല്ലാവരുടെയും വായ്പ നമുക്ക് എഴുതിത്തള്ളാൻ പറ്റില്ല. കാരണം എല്ലാ ബാങ്കുകളും റിസർവ് ബാങ്കും എല്ലാവരും ഉണ്ടാവും നാളത്തെ മീറ്റിംഗിൽ. അത് കഴിഞ്ഞേ നമുക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ. ഹരികൃഷ്ണൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. ഹരികൃഷ്ണൻ, ഈ ദുരന്തബാധിതരുടെ വായ്പകൾ എഴുതിത്തള്ളണം എന്നുള്ള ആവശ്യം പല കോണുകളിൽ നിന്നായി ഉയർന്നതാണ്. ദുരന്തബാധിതരും ആ ആവശ്യം മുന്നോട്ട് വെച്ചതാണ്. പക്ഷേ അതിന് ചില പരിമിതികളുണ്ട് എന്ന് പറയുന്നു. നാളത്തെ ബാങ്കേഴ്സ് സമിതി യോഗം നിർണായകമായി മാറാൻ പോകുന്നു. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ലഭ്യമാകുന്ന വിവരങ്ങൾ? ഏത് സമീപനം സ്വീകരിക്കാനാണ് സാധ്യത? ഹരികൃഷ്ണൻ.
റിജിത്ത്, ഈ പറഞ്ഞതുപോലെ തന്നെ ഈ സമിതി കൺവീനർ KS പ്രദീപ് നമ്മളോട് പറഞ്ഞതുപോലെ തന്നെ നാളത്തെ യോഗമായിരിക്കും അതിൽ നിർണായകമായ ഒരു തീരുമാനം എടുക്കുക എന്നുള്ളതാണ്. അതായത് ഈ ദുരിതബാധിതരുടെ മുഴുവൻ വായ്പകളും അത് എഴുതിത്തള്ളുന്നതിൽ ചില പരിമിതികളുണ്ട് എന്നുള്ളതാണ് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ അന്തിമ തീരുമാനം എടുക്കേണ്ടത് ഈ ബാങ്കിൻ്റെ ഡയറക്ടറാണ്. നാളത്തെ ഈ യോഗത്തിൽ ഈ ദുരിതബാധിത പ്രദേശത്തെ ഈ ബാങ്ക് മാനേജർമാരും അതേപോലെ തന്നെ ഇത്തരത്തിൽ RBI പ്രതിനിധികളും ഒക്കെ പങ്കെടുക്കുന്നുണ്ട്. അതിനുശേഷമായിരിക്കും ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ്. ഈ വയനാട് ദുരിതബാധിതരുടെ എല്ലാ വായ്പകളും എഴുതി തള്ളാൻ സാധിക്കില്ല എന്നുള്ള തരത്തിൽ തന്നെയാണ് കൺവീനർ നമ്മളോട് സംസാരിച്ചത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു കാര്യം പറയുന്നത്, ഈ മൊറട്ടോറിയം പ്രഖ്യാപിച്ച ശേഷം ഈ നേരത്തെ തന്നെ ഈ വയനാട് ദുരിതബാധിതരുടെ കയ്യിൽ നിന്നും ഈ EMI ഈ മാസത്തെ EMI ഇത്തരത്തിൽ പിടിച്ചിരുന്നു. അത് തിരിച്ചു നൽകണമെന്നൊക്കെ ആവശ്യം ഉയർന്നതാണ്. അതൊരു സാങ്കേതിക പ്രശ്നം കൊണ്ട് ഉണ്ടായതാണ്. അത്തരത്തിൽ ഇനി ഇത് ആവർത്തിക്കില്ല, അതിനുള്ള തീരുമാനവും നാളെ എടുക്കും എന്നുള്ളത് കൂടിയാണ് അദ്ദേഹം നമ്മളോട് പറഞ്ഞത്. ഏതായാലും നാളത്തെ യോഗം അത് അന്തിമമായിരിക്കും. അതിലായിരിക്കും നിർണായകമായ ഒരു തീരുമാനം ഇത് സംബന്ധിച്ച് എടുക്കുക. ഹരികൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. ജമ്മുകശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP ഒറ്റയ്ക്ക് മത്സരിച്ചേക്കും. 25-നും 40 വയസ്സിനും ഇടയിലുള്ള പുതുമുഖങ്ങളെ സ്ഥാനാർത്ഥിയായി പരിഗണിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള പ്രചാരണ റാലികൾ സംഘടിപ്പിക്കാനാണ് തീരുമാനം. ഹരിയാനയിൽ തെരഞ്ഞെടുപ്പെടുത്ത സാഹചര്യത്തിൽ 4 JJP MLA-മാർ പാർട്ടി വിട്ടു. 3 ഘട്ടങ്ങളായി നടക്കുന്ന ജമ്മു കശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിനായി തയ്യാറെടുക്കുകയാണ് BJP. സഖ്യസാധ്യതകൾ ഉപേക്ഷിച്ച് ഒറ്റയ്ക്ക് മത്സരിക്കുവാനാണ് പാർട്ടിയുടെ തീരുമാനം. എന്നാൽ പ്രാദേശിക പാർട്ടികളുമായി ധാരണയിലെത്തുവാനും BJP പദ്ധതിയിടുന്നു. ഇതിനു മുൻപ് PDP-യുമായിരുന്നു BJP-യുടെ സഖ്യം. തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയത്തിലടക്കം മാറ്റം വരുത്തുവാനും പാർട്ടി തീരുമാനിച്ചു. യുവാക്കൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകി ഭൂരിഭാഗം പുതുമുഖങ്ങളെ മത്സരിപ്പിക്കാനാണ് ശ്രമം. കായികം, കല, സാമൂഹിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് മുൻഗണന നൽകും. ജനങ്ങളുമായി അടുത്തു നിൽക്കുന്നവരെ സ്ഥാനാർത്ഥിയാക്കുന്നതിലൂടെ മണ്ഡലങ്ങളിൽ വിജയപ്രതീക്ഷയും BJP ലക്ഷ്യമിടുന്നുണ്ട്. പാർട്ടിയുടെ പ്രാദേശിക ഘടകങ്ങളുടെ അഭിപ്രായം തേടിയ ശേഷമായിരിക്കും സ്ഥാനാർത്ഥി നിർണയം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് എന്നിവരുടെ നേതൃത്വത്തിൽ വരുന്ന ദിവസങ്ങളിൽ റാലികൾ സംഘടിപ്പിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത ഹരിയാനയിൽ BJP സഖ്യം ഉപേക്ഷിച്ച JJP-യിൽ നിന്ന് 4 MLA-മാർ പാർട്ടി വിട്ടു. ഇതോടെ നിയമസഭയിൽ JJP-യുടെ അംഗസംഖ്യ 6 കുറഞ്ഞു. 24 ഡൽഹി. നോക്കാമിനി കായിക വാർത്തകൾ. ഒളിമ്പിക് മെഡൽ ആഴത്തിലുള്ള മുറിവായി അവശേഷിക്കുന്നുവെന്ന് ഗുസ്തി താരം വിനേഷ് ഫോഗട്ട്. തങ്ങളുടെ പോരാട്ടം അവസാനിച്ചിട്ടില്ല എന്നും ജന്മനാടായ ബലാലിയിൽ ഒരുക്കിയ സ്വീകരണത്തിൽ വിനേഷ് ഫോഗട്ട് പറഞ്ഞു. വിരമിക്കുമോ അതോ ഗുസ്തിയിൽ തുടരുമോ എന്ന് ഇപ്പോൾ പറയാൻ കഴിയില്ല എന്നും വിനേഷ് ഫോഗട്ട് വ്യക്തമാക്കി. പാരീസിൽ നിന്ന് മടങ്ങിയെത്തിയ വിനേഷ് ഫോഗട്ടിന് നാട്ടിൽ വൻ വരവേൽപ്പാണ് ഒരുക്കിയത്. സാക്ഷി മാധ്യമ പുരസ്കാരം പ്രഖ്യാപിച്ചു. മാധ്യമ പുരസ്കാരം 24 അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഡിറ്റർ ദീപക് ധർമ്മടത്തിന്. സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർക്കാണ് ഗുരുദേവ പുരസ്കാരം. കാവ്യശ്രേഷ്ഠ പുരസ്കാരത്തിന് കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയും അർഹനായി. അടുത്ത മാസം കോഴിക്കോട് ടൗൺ ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരം സമ്മാനിക്കും. ഇതോടെ ഗുഡ് ആഫ്റ്റർനൂണിന്റെ സമയം ഇവിടെ പൂർത്തിയാവുകയാണ്.